ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളില്ലേ ഇപ്പൊ ഓൺ ദ വേ ടു കട്ടപ്പന. രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്, ബാക്കിൽ എല്ലാവരും ഉണ്ട്. പക്ഷെ വഴക്കിട്ട് അതിർത്തിയിലായിട്ട് ഇരുത്തിയേക്കണേന്ന്. എപ്പോഴെങ്കിലും പോണ സമയമാകുമ്പോഴത്തേക്കും ഒരു ഇടിയായിരിക്കും. ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഗൈസ് വീട്ടില്? ഉണ്ടാവൂലേ മോനെ ആരെങ്കിലും? ഇതുണ്ടാ? എല്ലാരും പറയും പാവം മക്കള്, പാവം മക്കള് ഇരിക്കണുണ്ടാ? നമ്മളെങ്ങോട്ടേക്ക് പോണേണ്? കട്ടപ്പന. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് പോണേ. കട്ടപ്പന, ഇടുക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും പറയും ഭയങ്കര നേച്ചർ ബ്യൂട്ടി ഒക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന്. ഇപ്പൊ നമ്മള് പോണ വഴി തന്നെ കൊറേ കാണാത്ത കാഴ്ചകള്, ഭയങ്കര പീസ്ഫുൾ കാമായിട്ടിരിക്കുന്നുണ്ട് റോഡൊക്കെ. നമ്മുടെ അവിടെയൊക്കെ ഫുള്ള് അടുത്തടുത്ത് വീടും തിക്കും തിരക്കും, പിന്നെ വണ്ടിന്റെ ഒച്ച. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ, ഞങ്ങളിങ്ങനെ കാമായിട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്തായിരുന്നു? സൺഡേ ഉണ്ടാ ഈ വ്ലോഗ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അടുത്ത ദിവസങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങളുടെ ആൽബത്തിന്റെ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും നല്ല നല്ല റെസ്പോൺസ് ഒക്കെ തരണം. ആ വീഡിയോ കണ്ടായിരുന്നു, കാണാത്തവര് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി കാണണം. അനുമുത്ത ഒരു ഹായ് പറഞ്ഞ മുന്നോട്ടും വയ്യാടോ കൊച്ചിന്, വയ്യ മുത്തിരി. ആ ചുക്കളി ഹായ് പറയാൻ നോക്കട്ടെ. എന്റെ മോളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞിന് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിച്ചോളത് ചെലപ്പോ ഒന്ന് ഉഷാറാവും തോന്നണം കേട്ടോ. കണ്ട അതാണ് കുഞ്ഞിന് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളു, വേറെ കുഴപ്പക്കാരനൊന്നുമല്ല. അതല്ലേ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടെടുക്കണത് എന്റെ കുഞ്ഞിനാ. സ്നാക്സിന്റെ കട ഞങ്ങൾ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ പറഞ്ഞ അടുത്തടുത്ത് കൊറേ കടകൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മള് ഇതുണ്ട്, സൺഡേ ആണ്. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. എന്താ കടകളുണ്ട്, പക്ഷെ ഇന്ന് സൺഡേ ആയോണ്ട് എവിടെയും ഒന്നും കാണുന്നില്ല ഗൈസ്. തുറന്നിട്ടില്ലാരും. എല്ലാരും ഞായറാഴ്ച കൊണ്ട് എണീച്ച് വരണ്ടേ. ഞങ്ങളും കൊറേ നേരം ഉറങ്ങണ ഒരു ടൈമായിരുന്നു ഞായറാഴ്ച. പക്ഷെ ഇന്ന് കിട്ടിയ കട കുറച്ച് മീൻ കട, കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വന്നെ കറി വെക്കാൻ. അപ്പൊ ഞങ്ങൾ കട നോക്കുവാണ് ഗൈസ്. ഇതെന്താ അറിയോ, എന്റെ മോന്റെ ട്രൗസർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഇപ്പൊ ഉണക്കാൻ വേണ്ടി വെച്ചേക്കണേണ് വെയിലത്ത്. ഞാനത് ശ്രദ്ധിച്ചില്ല, പക്ഷേ അത് വ്ലോഗിൽ പെട്ട്. അതെ, പക്ഷേ എവിടെ എന്താ പറഞ്ഞ വേറെ ഇട്ടിട്ടുണ്ട്. എവിടെ ആ ഒരു സ്നാക്സ് ഞാൻ പറഞ്ഞ എന്റെ കുഞ്ഞെ എനർജി ആയാ എനിക്ക് ഞാൻ വരണ്ടല്ലോ. എവിടെ കേറണം ബാവേ? ഇവിടെ മതിയാ? ഇവിടെ മതിയാ? നിക്കട്ടാ വാച്ചു നടക്ക്. അയ്യോ സ്ലോ മോഷനാ, ക്രോസ് ചെയ്യുമ്പോഴൊക്കെ പടയുമ്പോ നടക്കണം. ഇവിടെ 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 പച്ചവെള്ളം സ്നാക്സ് വാങ്ങിച്ചതിനപ്പോ എന്റെ കുഞ്ഞിന്റെ ഉഷാറ് കണ്ട ഗൈസ്. ആ ഒരു ഡിഫറൻസ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാരും. എല്ലാ പിള്ളേരും എല്ലാ തിങ്കളും ഇതൊക്കെ തന്നെ അല്ലേ? ഞങ്ങളുടെ ഈ ഒരു യാത്ര ഭയങ്കര അൺപ്ലാൻഡ് യാത്രയാണ് ഗൈസ്. കാരണം ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇത്. മക്കള് വെച്ചോണ്ടിരിക്കണ്ട് എന്തിനാ പോണത്, നമ്മ എപ്പോ വരും, എന്താണ് ഒന്നും അറിയില്ല. നമ്മൾ ഈ വ്ലോഗ് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കട്ടപ്പനയിലേക്ക് നമ്മള് പോണാന്നറിയാം. നീ പോയ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും കാണിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. അനുമതിച്ചിട്ട് നോക്കട്ടെ. എന്റെ കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് ഷെയർ ചെയ്യൂട്ടാ. ഇതൊന്നും ടാർസനാ എന്റെ പൊന്നെ. ട്രൗസർ
ട്രൗസർ ഉണങ്ങിയിട്ടില്ല, അതവിടെ വെയിറ്റ് വെച്ചിട്ട് ഇത് ഉണങ്ങി കിട്ടിയിട്ട് പുറത്ത് അത്രക്ക് ദരിദ്രമാണ് ഗൈസ് പറയണ്ടേ. എന്താ പേര്? ദാസപ്പൻ. അയ്യേ ദാരിദ്ര്യം ആ ചുക്കളീനെ കാണല്ലോ. ആ ചുച്ചിരിയും കൂടെ നീങ്ങിയിരുന്നവന് ഇച്ചിരി നീങ്ങാൻ മുത്ത ടൊമ്മിക്കെന്താ അല്ല തന്നേക്ക് നോക്കി മോനെ പടച്ചോനെ. വലുതൊന്നല്ല. ഇത് പ്രൊമോട്ട് ചെയ്യണല്ലാട്ടോ, ഇത് വെരി ഡേഞ്ചർ സാധനമാണ്. മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഇത് മാറ്റി സോറി ഇനി പറഞ്ഞായിരിക്കും. ഇത് പ്രൊമോട്ട് ചെയ്യൂലാട്ടോ, ഇത് വെരി ഡേഞ്ചർ സാധനമാണ്. മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. വല്ലപ്പോഴും മാത്രം ഇത് വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോ ഇത് മാക്സിമം ഡേഞ്ചർ ആണ്, ഉപയോഗിക്കാതിരിക്കുക കേട്ടാ. ഇടയ്ക്കൊക്കെ കുടിച്ചോട്ടെ. അല്ല ആരും പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ അടുക്കള കത്തുവാണെന്നല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലപ്പോഴും ഞാൻ വാങ്ങിച്ചു കൊടുത്താലുള്ളൂ. വീട്ടില് ഇടക്കിടക്ക് ചോദിക്കൂല, ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. വേണമെങ്കിൽ ഇച്ചിരി വിഷമം തരാന്ന് പറയും. ഇപ്പൊ ഞാനും കുറച്ച് കുടിക്കാം. അപ്പൊ അത്രയും കുറച്ചല്ലേ ഇവർ ശരീരത്തിൽ കയറുള്ളൂ. അയ്യോ ഭയങ്കര നന്മക്കാര്. അടുക്കള നശിപ്പിക്കട്ടെ. വെറുതെ ഞങ്ങള് വീട്ടിൽ നിന്ന് പേരക്കൊക്കെ എടുത്ത്, പേരക്ക മാത്രല്ല എല്ലാ ഫ്രൂട്ട്സ് എടുത്തിട്ട് കത്തി എടുത്തിട്ട് ഫ്രൂട്ടിന്റെ ഇതെടുത്ത് ആച്ചുക്കളി അതേപോലെ തിരിച്ചു വെക്കണം. നമ്മള് ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാ നമ്മള് ഒരു പോണത്. അച്ഛനും വേണോ? എനിക്കൊരു അനുമോനെ ഉണ്ടാവും. ഞാനമോനെ ഇഷ്ടമല്ല. മധുരം ഉണ്ടാവനെ അലക്ക് കുടി. നമ്മള് ലൊക്കേഷൻ നോക്കി നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കണത്. നോക്കും തോറും ഇത് കൂടണല്ലാണ്ട് ഇനിയും 2.5 മണിക്കൂറുണ്ടെന്ന്. നിനക്ക് ഛർദിക്കണ? ഒന്ന് പോയി നോക്കട്ടെ. അന്നമോ ഗാർഗ്ലേണേന്ന് ഛർദിക്കാൻ പോയിട്ട് വെള്ളം ഒഴിച്ച് ഗാർഗ്ലേണ്. തോറ്റ് തുന്നമ്പാടി വന്ന് നിൽക്കുന്നത് നിന്റെ മോൻ. പോയി വെള്ളം കുടിച്ച് അലമ്പാക്കിട്ട് വന്നേക്ക്. ഗാർഗിൾ ഛർദിച്ചാണ് നീ. എന്നതൊക്കെ മൈൻഡ് സെറ്റ് ആണ്ടോ? ഒരു കുഴപ്പമില്ല കേട്ടാ. നമ്മളൊക്കെ ഹീറോസ് അല്ലേ. ജനലേ ഒരു ഓറഞ്ച് കഴിച്ചാൽ മതി. അപ്പൊ ശരിയാവും. ഉമ്മിയൊക്കെ ഉണ്ടാ എന്ത് എക്സ്പീരിയൻസ്? അമ്മക്ക് വീട്ടിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കും ഓരോന്നൊക്കെ തോന്നി തുടങ്ങും. എനിക്കാ മോനൊരു വളം ഒളിച്ചപ്പോ ഇവിടെ ഇരുന്ന് അച്ഛനെ അവിടെ എത്തിയേക്കണം. നമ്മള് ഓൾമോസ്റ്റ് ഇപ്പൊ കട്ടപ്പന എത്താനായിട്ടല്ലേ. ചെറുതോണി എത്താനുള്ളൂ. ചെറുതോണി നമ്മള് വീഡിയോ കാണുന്നവരില് ഇടുക്കി കട്ടപ്പന ഏരിയയിലുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോ സ്ഥലത്തേക്ക് ഭക്ഷണം കഴിച്ചത് സത്യം വിശക്കുണ്ട്. ഞങ്ങള് പോണ സ്ഥലത്ത് ഫുഡൊക്കെ ഉണ്ട്. പക്ഷെ എത്രയും മുമ്പ് വിശക്കുണ്ട്. കണ്ണിന് നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഗ്രീനും അതുപോലെ മലയിലൊക്കെ കേറണ വഴികളൊക്കെ ഉണ്ട്. പേടിയായിട്ട് പോയായിരുന്നു.
ഇയാളെവിടെയാണ് പോയേക്കണത്? ആകെ എന്നിങ്ങനെ പറയാൻ മാത്രം അറിയാം. പിന്നിലിരിക്കാം. നമ്മള് സ്കൂളിൽ വിടുന്ന ഒരു ലഞ്ച് ബോക്സ് റെഡി ആക്കുന്ന ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായില്ല. അപ്പൊ ആ ഷോട്ട് കണ്ടിട്ട് ഒരു പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, മക്കളെ ഇനി മുതൽ എല്ലാം ഒറ്റക്ക് ചെയ്ത് പഠിപ്പിക്കണുള്ളൂ. എനിക്ക് ആ ഫുഡ് കൊടുക്കും, ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ. പക്ഷെ അവര് ഫുഡൊക്കെ കഴിക്കും, ഒറ്റക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അവര് ചെയ്യൂട്ടാ. ആ ഒരു ടൈമില് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി അതെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ എന്താന്നാ മര്യാദക്ക് ഭക്ഷണം കഴിക്കൂല ഇവന്. ഫുഡ് മര്യാദക്ക്, അതായത് പ്രോപ്പർ ഫുഡ് അവൻ കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മൈഗ്രെയിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. രാവിലെ ഫുഡ് വന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ കഞ്ഞി കൊടുത്തിട്ടാ വിടുള്ളൂ. പിന്നെ ബാക്കി ദിവസങ്ങളിലും ടൈമിലൊക്കെ അവര് തന്നെ കഴിക്കൂട്ടെ, ഞാൻ ഇങ്ങനെ വാരി കൊടുക്കലൊന്നുമില്ല. പിന്നെ ഞാൻ പറയും ഞാൻ ഭയങ്കര ഓവർ കെയറിങ് ആണെന്നൊക്കെ പറയും. അത് മക്കൾക്ക് അത്ര നല്ലതല്ലാന്ന് ഞാനും മാറാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോവും. എനിക്ക് എല്ലാത്തിനും ഒരാൾ വേണം. ഇടുക്കിയിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അയ്യോ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് പോയല്ലേ, നമുക്ക് യൂട്യൂബിൽ ഒരു ലൈവ് പോവായിരിക്കാം. കഴുകി അതിന് വാള് കഴുകണം. വാള് വെച്ച് നശിപ്പിച്ചു. ബാത്റൂമിൽ പോവാൻ നമുക്ക്. ആഫ്റ്റർ സോ മെനി സർജിക്കൽ സാധാരണ ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളങ്ങനെ എത്താനായിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും എത്താനായിട്ടില്ലായിരിക്കാം. എത്തിയാ കട്ടപ്പന ടൗൺ എത്തി. പക്ഷെ അവിടെ നിന്നും കുറച്ചും കൂടി ഉണ്ട് നമ്മള് സ്ഥലത്തേക്ക്. ഞാൻ അവിടെ ചെന്നിട്ടായിരിക്കും നമ്മള് ഫുഡൊക്കെ കഴിക്കണം. ഇവര് ബാത്റൂമിലൊക്കെ പെരുമ്പോലുണ്ട്. ആകെ അയ്യോ കട്ടർ ആകെ ക്ഷീണിച്ച് വിഷമിച്ച് പൈതലേ. അതെ സത്യം. അപ്പൊ നമ്മളുടെ എവിടെ നമ്മളെ ലൊക്കേഷൻ വധിച്ചിട്ട് ഗൈസ്. ഇതാണ്ടേത് പാവലടി. ഇതാണ്ടേ ഞാന് ഇവിടെ കട്ടപ്പനയില് വരണമെന്ന് പറഞ്ഞിട്ട് നമ്മള് യൂട്യൂബിലൊരു ലൈവ് പോയിട്ടുണ്ടായി. പക്ഷെ കേറി കൊറേ നേരം കഴിഞ്ഞിട്ട് എല്ലാരും വന്നത്. എനിക്ക് തോന്നുന്നു റേഞ്ച് കിട്ടാണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. റേഞ്ച് ഒക്കെ കിട്ടി എല്ലാരും വന്ന് ജോയിൻ ചെയ്തപ്പോഴത്തേക്കും വീണ്ടും നെറ്റ്വർക്കിന്റെ പ്രശ്നമായി. എനിക്ക് 450 മീറ്റർ കഴിയുമ്പോ റൈറ്റിലേക്ക് കേട്ടോ. ഇപ്പൊ എങ്ങടാ പോണ്ടാന്ന് വെച്ചാ നേരെ നോക്കും. എനിക്ക് തോന്നുന്നുള്ളു അങ്ങോട്ടല്ല. ഗൂഗിൾ മാപ്പ് നമ്മളെ ചില സമയത്തൊക്കെ ചതിക്കാറുണ്ട് ചില സിറ്റുവേഷനില്. പെട്ടെന്ന് എത്തുമ്പോ എനിക്ക് 2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റ് നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തും. എനിക്ക് അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ. അപ്പൊ നമ്മുടെ വ്ളോഗൊക്കെ തീരാനായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മള് വ്ളോഗൊക്കെ ചെയ്യണത്. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം അല്ലേ. എനിക്ക് എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോട്ടെ. ഒക്കെ ഞാൻ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തിരുത്തും. പിന്നെ കൊഞ്ചലാവുന്ന പറഞ്ഞിട്ട് വീണ്ടും കമന്റ്സ് വന്നുകൊണ്ടിരിക്കണ്ട. അത് മൈൻഡ് ചെയ്യാണ്ടല്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട് കുറേയൊക്കെ. ഇനി മാറുമായിരിക്കും. അപ്പൊ ഓക്കെ, എത്തിയിട്ട് കാണാം. ഓക്കെ, സ്ഥലത്തെത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കായിരുന്നു. നന്നായിട്ട് വിശക്കുണ്ടായി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ വൈകിട്ട് 3:45 കഴിക്കുന്ന സമയം. ഭക്ഷണം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി, ചോറ്. മക്കള് ചപ്പാത്തി കഴിച്ചത്, ഞാനും ധരിക്കാതെ ചോറ് തന്നെ കഴിച്ചു. ലൊക്കേഷനിൽ വന്നാ പക്ഷെ നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റില്ല. അപ്പൊ എനിക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു. ബാക്ക് വശത്ത് കൂടി പോകാൻ മാത്രമേ വഴിയുള്ളൂ. വീടിന്റെ ബാക്ക് വശം കാണിച്ചിടത്തേക്ക് കണ്ട. പക്ഷെ നല്ല വൃത്തിയുള്ള വീട് കേട്ടോ. ഇടുക്കി കട്ടപ്പനയിലാണ് നമ്മള് ഒരു. അപ്പൊ നമ്മൾ വ്ലോഗ് നിർത്തുകയാണ്. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ആയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാം ചെയ്യാം. ഒച്ചെടുക്കാനും പറ്റില്ല. ബൈ ബൈ.